ഒരു പതിവല്ലേ തലവര ഇത് ചൊല്ലണ നേരം കണവര കളിയല്ലേ ബ്രേക്ക്ഫാസ്റ്റിന് പലവിധ മെനുവാടി ബ്രേക്ക് ബോയ് ഒരു മാതിരി പണിയാടി എന്നാലും വീണ്ടും കുറ്റം കാണുന്നു അരക്കണം അലക്കണം ഒരുക്കണം അങ്ങനെ അരപ്പിരി ലൂസായി തലവര ഇത് ചൊല്ലണ നേരം കണവര കളിയോ വെറുതെയല്ല ഭാര്യ നമസ്കാരം. ഇന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരു യാത്ര തുടങ്ങിയാണ്. ആ ഫാമിലി ട്രിപ്പിന്റെ പേരാണ് മലബാർ ഗോൾഡ് വെറുതെ അല്ല ഭാര്യ. എന്റെ പിന്നില് 16 ഭാര്യമാർ വെറുതെ നിൽക്കാണ് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഈ ഷോയില് അവര് വെറുതെ അല്ല. ഇവരാണ് മലബാർ ഗോൾഡ് വെറുതെ അല്ല ഭാര്യയുടെ ജഡ്ജസ്. സോ ജഡ്ജസ്, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ്. അപ്പൊ നമ്മുടെ ജഡ്ജസ് റെഡിയാണ്. ഇനി ഈ ഷോന്റെ കണ്ടസ്റ്റൻസ് അവര് വേറെ ആരും അല്ല, ഇവരുടെ ഭർത്താക്കന്മാരാണ്. പ്ലീസ് വെൽക്കം ദ കണ്ടസ്റ്റൻസ് ഓൺ സ്റ്റേജ്. ജഡ്ജ് ചെയ്യാൻ 16 ഭാര്യമാരും മത്സരിക്കാൻ 16 ഭർത്താക്കന്മാരും റെഡി. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ കോമ്പറ്റീഷൻ. നൗ ഗോ ടു യുവർ ക്ലാസ്സസ്. ഇനി എന്താണ് മത്സരം എന്നല്ലേ? സിമ്പിൾ. കുടുംബകാര്യങ്ങൾ കുറിച്ച് പറയുമ്പോ എല്ലാവരുടെയും ധാരണ എന്താണ്? വളരെ നിസ്സാരം. പക്ഷെ അങ്ങനെയാണോ? ഒരു കുടുംബത്തിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റീസും ഭാര്യമാരുടെ സഹായമില്ലാതെ ഭർത്താക്കന്മാർ ചെയ്യേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും? അതാണ് മലബാർ ഗോൾഡ് വെറുതെ അല്ല ഭാര്യയില് നിങ്ങൾ കാണാൻ പോണത്. അതല്ലേ? അപ്പൊ നല്ല പണി കൊടുത്തു ഭർത്താക്കന്മാർക്ക് അല്ലേ? അത് ഞാൻ കൊടുത്തു. ജഡ്ജസിന്റെ അടുത്ത് എന്താ പറയേണ്ടത്? എന്തായാലും ബിക്കോസ് അശ്വിനി ആണല്ലോ ആദ്യം എക്സ്പീരിയൻസ് ചെയ്ത് ഈ എല്ലാം ടാസ്ക് കൊടുത്തിട്ട്. ജഡ്ജസിന്റെ അടുത്ത് പറയാനുള്ളത്, ഭർത്താക്കന്മാരാണ് ശരിയാണ്, പക്ഷെ അത് മാറ്റി വെക്കുമ്പോ അവര് കണ്ടസ്റ്റൻസ് ആണ്. ഇപ്പൊ മാർക്ക് കൊടുക്കുമ്പോ അങ്ങനെ തന്നെ കൊടുക്കുക. സ്നേഹം കാണും, അത് ഉള്ളിൽ വെക്കുക. കോമ്പറ്റീഷനിൽ അത് വെളി വരരുത്. അല്ല, പക്ഷെ ടാസ്ക് കൊടുക്കുമ്പോ ഭാര്യമാരുണ്ടായിരുന്നു? ഇല്ല, അവരില്ലായിരുന്നു. വി മേഡ് ഷുവർ. അതാണ് നമ്മളുടെ ടാസ്കിന്റെ പ്രത്യേകത. ഭാര്യമാര് ഭർത്താക്കന്മാരുടെ അടുത്ത് ഇല്ലായിരുന്നു. ഞങ്ങള് അത് എന്താ പറയാ, അത് ശ്രദ്ധിച്ചു. അവരെ മാറ്റി നിർത്തിയിട്ട് ഭാര്യമാരെ അറിയാതെയാണ് ഞങ്ങൾ ടാസ്ക് കൊടുത്തത്. എന്നോട് ഒരുപാട് ഭാര്യമാർ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഭർത്താക്കന്മാർ നല്ല പണി കൊടുത്തിട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ തന്നെ നല്ല നല്ല ടാസ്ക് വരട്ടെ എന്ന് അവർ പ്രാർത്ഥിക്കുന്നു. സോ എന്തായാലും താങ്ക് യു അശ്വിനി. താങ്ക് യു സോ മച്ച്. കീപ് ഓൺ സപ്പോർട്ടിങ് മീ. ഷുവർ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ മലബാർ ഗോൾഡ് വെറുതെ അല്ല ഭാര്യയിലെ ആദ്യത്തെ ഫാമിലി നമുക്ക് പരിചയപ്പെടാം. പ്രോമി ആൻഡ് ഹിസ് ഫാമിലി ഫ്രം അങ്കമാലി. ആരാണ് ഡിസൈഡ് ചെയ്ത് ഈ ഷോയിൽ പങ്കെടുക്കണമെന്ന്? ഷോയില് മലയാള മനോരമയില് ഞാനൊരു ആഡ് കണ്ടതാണ് വായിച്ചപ്പോ. അപ്പൊ എനിക്കറിയാം നിതയ്ക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. പക്ഷെ നിതങ്ങനെ സംഭവം ഇങ്ങനെ വച്ചേക്കാണ് അടക്കി എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിത അതേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇഫ് യു വാണ്ട്, നിതയ്ക്ക് താല്പര്യം ഒന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്തോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളാണ് കണ്ടസ്റ്റന്റ്. അപ്പൊ നിങ്ങളാണ് എല്ലാം പണിയെടുക്കാൻ പോണത്. ഈ
കോമ്പറ്റീഷനില്. അതാണല്ലോ ഇതിന്റെ പേര് തന്നെ, വെറുതെ അല്ല ഭാര്യ. അതെ. അപ്പൊ എന്തായാലും ഇവരെ പരിചയപ്പെടാൻ വേണ്ടി നമുക്ക് അവരുടെ AV കാണാം. വിജയകരമായ ഒരു ബിസിനസ് ജീവിതവും അതുപോലെ തന്നെ വിജയകരമായ ഒരു കുടുംബ ജീവിതവും എങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകാം എന്നതിന്റെ എക്സാമ്പിൾ ആയ ഒരു പെർഫെക്റ്റ് ഫാമിലി നമുക്ക് ഇനി പരിചയപ്പെടാം. ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ അങ്കമാലിയിൽ ഒരു വെരി സ്പെഷ്യൽ ആൻഡ് ഹാൻസം ഫാമിലിയുടെ കൂടെയാണ് ഇരിക്കുന്നത്. ഹായ്, ഞാൻ പ്രോമി, എൻ്റെ വൈഫ് നിത, മൂത്ത മകൻ റോണിത്ത്, രണ്ടാമത്തെ ആൾ റിച്ചാർഡ്. നിത കോതോങ്കലത്താണ് നിതയുടെ വീട്. റോണിത്ത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. റിച്ചാർഡ് പ്ലേ സ്കൂളിൽ പോണു. ഇപ്പോൾ ഞാൻ ബിസിനസ് ചെയ്യണു. നിങ്ങളിപ്പോ കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി? ഇപ്പൊ 7 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. എങ്ങനെ, അറേഞ്ച് മാരേജ് ആയിരുന്നോ ലവ് മാരേജ് ആയിരുന്നോ? എന്താ ചേച്ചി, പ്രോമി അങ്കിൾ ഒരു ഫാമിലി മാൻ ആണോ അതോ ബിസിനസ് ടൈപ്പ് ആണോ? രണ്ടുമുണ്ട് ഈക്വലി. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ബിസിനസിന്റെ സംഭവത്തിലേക്ക് പോയാൽ ഫുള്ളി അതിൽ ഇൻവോൾവ് ആകും. തിരിച്ചിവിടെ വന്നാൽ ഞങ്ങളുടെ ഫാമിലിയോട് ഇഷ്ടംപോലെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. പ്രോമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രോമി ഭയങ്കര സപ്പോർട്ടീവാണ്. എന്ന് പറഞ്ഞാൽ പ്രോമിയുടെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തേക്കുന്ന കാര്യമാണ് ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടണ പോലെ തോന്നും. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളൊക്കെ ഭയങ്കരമായിട്ട് ഇത് സപ്പോർട്ടീവാണ്. ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് റെഡിയാകാൻ പറയുമ്പോൾ റെഡി ആവണം. അവിടെയാണ് ഏറ്റവും കൂടുതൽ അടി. റെഡി ആവാൻ സമയം എടുക്കുമ്പോൾ ഭയങ്കര ദേഷ്യ. പ്രോമി അങ്ങനെ ദേഷ്യപ്പെടാനും പാടില്ല. പ്രോമി അല്ലേ മോനാ, അങ്ങനെയും ചെയ്യാൻ പാടില്ല എന്നൊക്കെ നിത വന്ന് പറയുമ്പോൾ ഞാൻ അമ്മേ അങ്ങനെയാണല്ലോ, ശരിയാണല്ലോ. ഇന്നെന്തായാലും പ്രോമിയുടെ നിന്ന് ചീത്ത കേൾക്കും എന്ന് വിചാരിച്ച് നമ്മൾ വരുന്ന ദിവസം അന്ന് സത്യം പറഞ്ഞാൽ പ്രോമി ഒന്നും പറയില്ല. അത് കുഴപ്പമില്ല, ഞാനെന്താ എന്ന് ചോദിക്കും. അത് ശരിക്കും എനിക്ക് ഭയങ്കര ഇതായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ഒരു ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കും, അതിനായിരിക്കും പ്രോമി ചിലപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ പള്ളിയുടെ അടുത്തൊരു മഠമുണ്ട്. ആ മഠത്തിൽ ചെന്നപ്പോൾ സിസ്റ്റേഴ്സ് എല്ലാവരും പറഞ്ഞു പ്രോമി നന്നായിട്ട് പാടുമല്ലോ, നിതയും പാടും, ഞങ്ങൾക്കറിയാം നിതയൊന്ന് പാടിയെന്ന് പറഞ്ഞപ്പോൾ നിത ഒരു പാട്ടങ്ങ് പാടി. നിത പാടിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആടും സൈക്കിൾ ഗ്യാപ്പിൽ കിടുക്ക് പൂടി പോടലാമാ. ടാസ്കിലേക്ക് കയറാം. ഐ എം ക്വൈറ്റ് എക്സൈറ്റഡ്. നിങ്ങൾക്ക് ഈ ഷോന്റെ റൂൾസ് അറിയാലോ. ഫസ്റ്റ് റൗണ്ടിൽ 2 ടാസ്ക് ഉണ്ടാവുക. ഒന്ന് ഫ്ലോർ ബേസ്ഡ് ടാസ്ക് ഉണ്ടാവുക, ഒന്ന് ഔട്ട്ഡോർ ബേസ്ഡ് ടാസ്ക് ഉണ്ടാവുക, എല്ലാ ഫാമിലിക്കും. സോ ആദ്യത്തെ നിങ്ങളുടെ ടാസ്ക് ഉണ്ടായിരുന്ന ഔട്ട്ഡോർ ടാസ്ക് ആണ്. നമുക്ക് അത് കാണാം. അത് കഴിഞ്ഞ് നമുക്ക് ജഡ്ജസിന്റെ ഒപ്പീനിയൻ ചോദിക്കാം. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. ഇനിയിപ്പോ പ്രോമി ചേട്ടൻ ചെയ്യേണ്ട ടാസ്ക് എന്നാന്നുള്ളത് എന്റെ കയ്യിലുണ്ട്. നമുക്ക് ചേട്ടന് കൊടുത്ത ചേട്ടനെ കൊണ്ട് തന്നെ വായിപ്പിക്കാം. 20 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്കും 2 കുട്ടികൾക്കും ഒരാഴ്ച ടൂറിന് പോകേണ്ട സാമഗ്രികൾ അടങ്ങുന്ന ബാഗ് തയ്യാറാക്കി കുട്ടികളെ ഒരുക്കി വീട്ടുമുറ്റത്തെത്തുക. ഗുഡ്, ദാറ്റ്സ് ഗുഡ്. വാ റോണത്തെ, നമുക്ക് ടൂറിന് പോകണമെന്ന് നമ്മുടെ ബാഗിലേ എല്ലായിടത്തും അറേഞ്ച് ചെയ്യണമെന്ന്. മുത്തേ വാ. ഓക്കെ, എന്നാ റോണത്തെ വാടാ, പിടിച്ചോ. അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടോ, നിങ്ങളുടെ റൂമിലേക്ക് കൊണ്ടോ, വേഗം കൊണ്ടോ. 20 മിനിറ്റ്സ് ഉള്ളൂ മുത്തേ. റോണത്തിന്റെ ഡ്രസ്സ് എടുത്തോ, അപ്പൊ റിച്ചുവിന്റെ അടുത്ത് വെക്കാം. നല്ല ഡ്രസ്സും നെറ്റിയിടാനുള്ള ഡ്രസ്സും നല്ല ഡ്രസ്സും എടുക്കണേ. റോണത്തെ എടുത്തോ. ആ ശരിക്കും നിന്റെ ഡ്രസ്സുകൾ എടുത്ത് നിന്റെ ബാഗിലേക്ക് വെക്കണം. റിച്ചുവിന്റെ പാപ്പ എടുത്ത് വെക്കാം. റിച്ചുവിന്റെ 1 2 3 4
Yeah, 5, 6. ഒരാഴ്ചയല്ലേ പറഞ്ഞേ? 6 ദിവസം. അപ്പൊ 6. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, റിച്ചുവിന് നിക്കറുകള്. റിച്ചുവിന് 1, 2. റിച്ചു, റിച്ചുവിന്റെ പപ്പ എടുത്തു. നിന്റെ ആ ശരിക്കും പോവാനാടാ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, വാ 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 വാ, വന്നേ വന്നേ വന്നേ. നീ റോണത്തെ ബ്രഷ് എവിടെയാ? ഒരു ആ സോപ്പും എടുത്തോ മുത്തേ. ആ സോപ്പ് ടവൽ വേണം. വെയിറ്റ് പോക്കട്ടെ, പപ്പ നോക്കട്ടെ. എന്താടാ അതിനകത്ത് സാധനം കണ്ട് ഞങ്ങളെ? എന്റെ അമ്മേ, സോസോ പിള്ളേരപ്പോ. ഓണത്തിന്റെ 1, 2. ആർക്ക് ക്ലാസ് ഹോളിഡേയ്സ് അല്ലടാ. സാറ്റർഡേ സൺഡേ ഹോളിഡേ അല്ലേ? അതിന്റെ ആവശ്യമുണ്ട് കേട്ടാ. റോണത്തിന്റെ ജെട്ടി എടുത്തിട്ടില്ല. മുത്തിന് ജെട്ടി എടുത്ത് വെച്ചേ. മുത്തിന്റെ ഷൂ എടുത്തേ. മുത്തെ ബാഗ് എടുത്തോ. അതിനകത്ത് പപ്പയുടെ എടുക്കണം. പപ്പയുടെ 1. വെയിറ്റ് പപ്പ എടുത്തരാം. നീ ഇങ്ങനെ കയ്യിൽ വെച്ചോ. ഓക്കെ, 1, 2. പിന്നെ ഒരു ജീൻസ് പപ്പ ഇട്ടിട്ടുണ്ട്. ഞാൻ അവിടെ കിടപ്പുണ്ടാവും തന്നെ. ഓക്കെ, 3. പിന്നെ ഒരു പാൻറ് വയ്ക്കാം അല്ലേ? 4. ഓക്കെ, ഇറ്റ്സ് എനഫ്. ഇനി അത് പപ്പ വയ്ക്കാം. വാ, ഇച്ചു പപ്പനെ ഹെൽപ്പ് ചെയ്യണില്ലേ? ഇച്ചു എന്തോ? ഓക്കെ, പപ്പയുടെ ഷർട്ട്സ് എടുത്ത് നോക്കിട്ടെ. 1, 2, 3, 4 ഷർട്ട്സ്. ടീഷർട്ട് വേണം. 1, 2, 3, 4. ഓക്കെ, ടീഷർട്ട് വേണം. മുത്തായത് ഒരു മിനിറ്റ്. പപ്പയുടെ ലുങ്കി എടുത്തു. പപ്പയ്ക്ക് 2 ഷോർട്ട്സ് എടുത്തേക്കാം മുത്തേ. വെയിറ്റ്. ഓക്കെ, പപ്പ എടുത്തോളാം. ബാ. ഗുഡ് ബോയ്. പപ്പയ്ക്ക് ബെൽറ്റ് വേണം. കണ്ടാ അവനെ ഓർത്തെ ബെൽറ്റിന്റെ കേസ്. ഓർത്തെ പപ്പയുടെ ബ്രഷും ഷേവിംഗ് സെറ്റ് ഒന്നും എടുത്തില്ലല്ലോ. അതൊക്കെ എടുത്തേ. ഓക്കെ, വേറെ ഒന്നുമില്ല. പപ്പയുടെ എല്ലാം എടുത്തില്ലേ? പപ്പയുടെ സാധനങ്ങളൊക്കെ എടുത്തില്ലേ? ഓക്കെ, റോണത്തെ ആ ഷെൽഫ് അടച്ച് ലൈറ്റുകൾ ഓഫ് ചെയ്യും. ഏതാ? അയ്യോ, പപ്പയുടെ ഫോണിന്റെ ചാർജർ എടുത്തില്ല മുത്തേ. പപ്പയുടെ ഫോണിന്റെ ചാർജർ. ചെരുപ്പ് എവിടെയാ? കവർ ഇട്ട അവന്റെ ചെരുപ്പ്. അവന്റെ എടുത്ത ചെരുപ്പ് ഇപ്പോ അച്ചുവിന്റെ ചെരുപ്പ്. അച്ചു ചെരുപ്പിട്ടെ. ഇറങ്ങാം. വാ, ഈശോട് പ്രാർത്ഥിച്ചേ വന്നേ. വാ പോയിട്ട് വരാനത്തെ പറയാ. പിതാന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഓക്കെ, വി ആർ റെഡി. അപ്പോൾ നമ്മൾ കൊടുത്ത ടാസ്ക് വളരെ എഫിഷ്യന്റ് ആയിട്ട് തന്നെ 17 മിനിറ്റ്സും കൊണ്ട് പ്രോമിച്ചേട്ടൻ പാക്ക് ചെയ്ത് റെഡിയായി ഇവിടെ നിന്നു. അപ്പോൾ നമ്മൾ ബാഗ് എല്ലാം പരിശോധിച്ചു. നമ്മൾ എന്തൊക്കെ എടുത്തു വെച്ച് നമ്മൾ ചെക്ക് ചെയ്തു. ഇനിയിപ്പം ജഡ്ജസ് ആണ് ഫൈനൽ ജഡ്ജ്മെന്റ് പറയേണ്ടത്. നമുക്ക് കണ്ടറിയാം എത്രത്തോളം സക്സസ്ഫുൾ ആയിരുന്നു പ്രോമി ചേട്ടൻ എന്ന്. സിമ്പിൾ അല്ലേ? 20 മിനിറ്റുള്ള ഡ്രസ്സ് അങ്ങ് എടുത്ത് ബാഗിലൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അതായിട്ട് ഞാൻ അതേ സ്പിരിറ്റിൽ തന്നെ അകത്തേക്ക് കയറി. ഞാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോഴാണ് അതിന്റെ സംഭവം നമ്മൾ നോക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ബാഗ് എടുക്കണോ, പിള്ളേരുടെ ബാഗ് എടുക്കണോ? പെട്ടെന്ന് ബാഗ് പോയി എടുത്തു കഴിഞ്ഞ് ഡ്രസ്സ് പിള്ളേരുടെ റൂമിൽ ചെന്ന് ഡ്രസ്സ് എടുത്തപ്പോൾ ഇത് റോണിത്തിന്റെ റിച്ചുവിന്റെ പെയറിങ് ബാൻഡ് അല്ലെങ്കിൽ അവന്റെ 3/4 പെയറായിട്ടുള്ള
ഇതൊക്കെ നിത ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിത ചെയ്യണതാണ്. അപ്പോൾ അതിനകത്ത് അത് എടുത്ത് വെച്ചപ്പോഴും ഞാൻ പെട്ടെന്ന് ഇത് ആ ഒരു പെർട്ടിക്കുലർ ഡ്രസ്സിന് പെർട്ടിക്കുലർ ടോപ്പൊക്കെ എടുത്തില്ലെങ്കിൽ നിത അതൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണ. ശരിക്ക് നിത എന്തോരം ഇതിനകത്തൊക്കെ ഓരോ സംഭവങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ അറിയണേ. നിങ്ങൾ ആ വീട്ടിലിടുന്ന അതേ ഡ്രസ്സോടെയാണ് ഇറങ്ങിപ്പോയത്. അപ്പോൾ കോമ്പോ അതിൻ്റെ ഉള്ളിൽ എടുത്തിടും ഇടും